ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളുടെയും അവയുടെ പേരുകൾ താരതമ്യം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഹെൻറിച്ച് വാൻഡ്രീഡുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരിയുടേതാണ്. പെരുമാൾ തിരുമൊഴി കുലശേഖര ആഴ്വാറുടേതാണ്. തുഹഫത്തുൽ മുജാഹുദ്ദീൻ ഷെയ്ഖ് സൈനബുദ്ദീൻ ആണ്. ഓപ്ഷൻ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് ഹെൻറിക്ക് വാൻഡ്രീഡ് ആണ്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക്ക് വാൻഡ്രീഡ് ആണ് ഇത് തയ്യാറാക്കിയത്. മലയാള ലിപി അച്ചടിക്കാൻ വേണ്ടിയിട്ട് വാൻഡ്രീഡിനെ സഹായിച്ചത് ആര് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാനുവൽ റോയ് ആണ് വാൻഡ്രീഡിനെ മലയാള ലിപി അച്ചടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. ഇമ്മാനുവൽ റോയ് ആണ്. പ്രധാനപ്പെട്ട പരിഭാഷകനായിരുന്നു ഇമ്മാനുവൽ കർണീറോ ആയിരുന്നു പ്രധാനപ്പെട്ട ട്രാൻസ്ലേറ്റർ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച പരിഭാഷകന്റെ പേരാണ് ഇമ്മാനുവൽ കർണീറോ. ഇനിയും ഇതുപോലെ തന്നെ ഈഴവ വൈദ്യനായിരുന്നു ഇതിനെ സഹായിച്ച ഇട്ടി അച്യുതൻ ഈഴവ വൈദ്യൻ ആയിരുന്നു. ഇട്ടി അച്യുതൻ. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിന്റെ അർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ലാംഗ്വേജിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ചത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കാം. മലബാറിലെ സസ്യജാലങ്ങളെ പറ്റിയിട്ടാണ് ഇതില് പ്രതിപാദിച്ചിരിക്കുന്നത്. കേരള രാമം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നതാണ്. കേരള രാമം എന്ന പേരിൽ അറിയപ്പെടുന്നതും ഹോർത്തൂസ് മലബാറിക്കസ് തന്നെ ആണ്. ഇനി ഇത് പ്രസിദ്ധീകരിച്ച കാലഘട്ടമൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവൽസുകാർ ഒന്ന് ഓർത്തു വെച്ചേക്കണം. 1678 മുതൽ 1703 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം. 1678 മുതൽ 1703 വരെയാണ്. ആകെ വാല്യങ്ങളുടെ എണ്ണം 12 വാല്യങ്ങളാണ്. ഇതിനകത്ത് ലക്കം എന്ന് പറഞ്ഞിരിക്കുന്നത് 12 വാല്യങ്ങളാണ്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇതുമായി ബന്ധപ്പെട്ട സഹകരിച്ചവര് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ടാണ്. മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിച്ചതിന് കേരള സർവകലാശാലയാണ് നേതൃത്വം നൽകിയത്. ഇനിയും അടുത്തത് മാമാങ്കം കിളിപ്പാട്ടാണ് അടുത്ത ഓപ്ഷൻ. അപ്പൊ ആ മാമാങ്കം കിളിപ്പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കാടാഞ്ചേരി നമ്പൂതിരി ആണ്. മാമാങ്കം കിളിപ്പാട്ട് കാടാഞ്ചേരി നമ്പൂതിരിയാണ് രചിച്ചത്. ഇത് സാമൂതിരിയുടെ കൊട്ടാരത്തിലെ സദസ്യനായിരുന്നു ഈ കാടാഞ്ചേരി നമ്പൂതിരി എന്ന് പറയുന്നത്. ഇനിയും കൂടാതെ നമുക്ക് കുലശേഖര ആഴ്വാറുമായി ബന്ധപ്പെട്ടാണ് അടുത്ത പോയിന്റ് വരുന്നത്. പെരുമാൾ തിരുമൊഴി എന്ന് പറഞ്ഞിരിക്കുന്നത് കുലശേഖര ആഴ്വാർ ആണ് രചിച്ചത്. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് ആര്? കുലശേഖര ആൾവാർ എന്ന് പറഞ്ഞത്. രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ് കുലശേഖര ആൾവാർ എന്ന് പറഞ്ഞത്. ഇനി സംസ്കൃത കാവ്യമായിട്ടുള്ള മുകുന്ദമാല രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം? മുകുന്ദമാല രചിച്ചത് കുലശേഖര ആൾവാർ ആണെന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനി അടുത്തത് തുഹഫത്തുൽ മുജാഹുദ്ദീൻ എന്നത് അറബി ലാംഗ്വേജിൽ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. തുഹഫത്തുൽ മുജാഹുദ്ദീൻ കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്ര കൃതിയായിട്ട് പണ്ഡിതന്മാർ കണക്കാക്കുന്നതും തുഹഫത്തുൽ മുജാഹുദ്ദീൻ ആണ്. കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ചരിത്ര കൃതിയായിട്ട് പണ്ഡിതന്മാർ കണക്കാക്കുന്നത് തുഹഫത്തുൽ മുജാഹുദ്ദീൻ ആണ്. ഇത് രചിച്ച കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. 16-ാം നൂറ്റാണ്ടിലാണ് തുഹഫത്തുൽ മുജാഹുദ്ദീൻ രചിച്ച കാലഘട്ടം. ഇനി ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട്ട് സാമൂതിരിമാരും കുഞ്ഞാലിമരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹുദ്ദീൻ. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലിമരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹഫത്തുൽ മുജാഹുദ്ദീൻ എന്ന് പറയുന്നത്. ഇനിയും ഖാസി മുഹമ്മദ് രചിച്ചതാണ് ഫത്തുഹുൽ മുബീൻ എന്ന് പറയുന്നത്. അതും പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റിയിട്ട് തന്നെയാണ് ഫത്തുഹുൽ മുബീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട്
രചിച്ചതാണ് ഏത്? ഫത്തുഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഫത്തുഹുൽ മുബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ വിജയം എന്നാണ്. ഫത്തുഹുൽ മുബീൻ എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ്. അതും ഒരു അറബി കാവ്യം ആണ്. മുഹമ്മദീൻ മാല രചിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാസി മുഹമ്മദ് ആണ്. മുഹമ്മദീൻ മാല രചിച്ചത് ഖാസി മുഹമ്മദ് ആണ്. അപ്പൊ അത്രയും ഇങ്ങനെ നിങ്ങൾ ഓരോരോ പോയിന്റ്സുകൾ പഠിച്ചു വെക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് ടെലഗ്രാമിൽ പുതിയ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽസ് 3 സ്റ്റേജസ് ആയിട്ടാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ടോട്ടലി 208 ടോപ്പിക്സ്, ആർട്സിൽ നിന്ന് 35 ടോപ്പിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് കൂടെ ചേർത്ത് 33 ടോപ്പിക്സിനെയും ഒരു 45 ഡേയ്സിനുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ ഇതിനകത്ത് തരുന്നത്. PDF-ഉം ഡെയിലി ടൈം ടേബിൾസ് നിങ്ങൾ ഇത്ര ടൈം പഠിക്കണം എന്നുള്ള കാര്യം പിന്നെ GK ഓറിയന്റ് ചെയ്ത് തരും. അതായത് ഈ 208 ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GK ലെവൽ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളം കൂടെ നിങ്ങൾ സെറ്റ് ആവുകയാണെങ്കിൽ ഒരു 60-65 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസ് പരീക്ഷയ്ക്കകത്ത് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ റൺ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇതിനകത്ത് നമുക്ക് ആർട്സ്, സ്പോർട്സ്, സിനിമ, കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ്, കമ്പ്യൂട്ടർ, ഹിസ്റ്ററി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ജോഗ്രഫി, ഇങ്ങനെ ടോട്ടൽ വേണ്ടതായിട്ടുള്ള ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള 208 ടോപ്പിക്സ് എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഡെയിലി ആയിരിക്കും ഒരു 5 ടോപ്പിക്സ് വെച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.